പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു വരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളുടെ ആരോട് കരുണ ചെയ്യുന്ന മശീഹ രാജാവേ, നിനക്ക് സ്തുതി. ബാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിന്റെ പുറത്ത് മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. എന്റെ സർവത്തിന്റെയും ഉടയവനെ, നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സർവശക്തനെ, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവ സമയങ്ങളെ നീ പ്രാർത്ഥനയുടെയും ആശ്വാസത്തിന്റെയും സമയങ്ങളാക്കി തീർത്തുവല്ലോ. കർത്താവ്, ഈ സമയത്ത് ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും ഞങ്ങളിൽ നിന്ന് കൈക്കൊള്ളണമേ. പാപനിമിത്തം ഞങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്ന കടച്ചീട്ടിനെ നിന്റെ ഏകപുത്രൻ ദുഷ്ടന്റെ സകല സൈന്യത്തെയും അതിനാൽ മറച്ചിട്ടതായ സ്ലീവായിന്മേൽ തൂങ്ങിയ നാഴികയിൽ കീറിക്കളഞ്ഞതുപോലെ നീ കീറിക്കളയണമേ. നിന്റെ വന്യ തിരുനാമത്തെ പ്രീതിപ്പെടുത്തുന്നതായ വിശുദ്ധ ജീവിതവും സുഹൃത് നടപടികളും ഞങ്ങൾക്ക് നൽകണമേ. ആദ്യതമില്ലാത്ത പിതാവേ, നിന്നെയും നിന്റെ പിതൃനെയും നിന്റെ വിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ചുകൊണ്ട് നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ കുറ്റം കൂടാതെ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛനെ, അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഷീബ ജോർജ് ഒരു പാട്ടുപാടി ഇവിടെ പ്രാർത്ഥന തുടരുന്നു. കേൾക്കാമോ ആൻറ്റി? കേൾക്കാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ വാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ വാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ,
നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. കൂരിരുൾ താഴ്വര അതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര അതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യത ഇന്നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി എന്നേശുപരാ. നന്ദി എന്നേശുപരാ. ആമേൻ. പ്രിയപ്പെട്ട ഷീബ ജോർജിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴേ നമ്മുടെ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. വചനം നമ്മെ ശുദ്ധീകരിക്കുന്നതോടൊപ്പം ഇന്ന് ഈ അനർത്ഥങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ നമുക്കൊരു സംരക്ഷണവും ലോകമെമ്പാടുമുള്ള മക്കൾക്ക് ഒരു സംരക്ഷണവുമായി തീരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇരിക്കാം. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിന്റെ രക്ഷാകരമായ ഉയർപ്പിന് ശേഷം വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടി. ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കർത്താവിന്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും നമ്മളെ ബന്ധപ്പെടുത്തുന്ന ഒരു ചോദ്യം, നീ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? ഇതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇന്നും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാ ക്രിസ്തുവിനെ? ഇതൊരു വലിയ ചോദ്യം. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വേദഭാഗം വായിച്ചത്. എമോസിലേക്കുള്ള യാത്ര. നമ്മളെല്ലാം എമോസിലേക്കുള്ള യാത്രയിലാണ്. നമ്മളെല്ലാവരും യാത്ര ചെയ്യുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ എത്ര ആളുകൾക്ക് അത് തിരിച്ചറിയാൻ കഴിയും? അവനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, അവനെക്കുറിച്ച് പറയുന്നു, പക്ഷെ എത്ര ആളുകൾ അത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ക്ലയോപ്പാവ് എന്ന മനുഷ്യൻ കർത്താവിനോട് തന്നെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ സംസാരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്, ഞങ്ങൾ അറിയുന്നതും കാണുന്നതും ഒക്കെ ഈ കാര്യങ്ങളാണ്, പക്ഷേ നിന്നെ ഞങ്ങൾ അറിയുന്നില്ല. നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ ഒന്ന് അറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ അറിയണമെങ്കിൽ അവൻ നമ്മുടെ ഭവനത്തിൽ വരണം, അപ്പം നുറുക്കി നമുക്ക് തരണം. വിശുദ്ധ കുർബാനയുടെ പങ്കാളിത്തത്തോടുകൂടി കർത്താവിന്റെ തിരുശരീര രക്തങ്ങളിൽ നമ്മൾ ആവസിക്കുമ്പോൾ, അത് നമ്മുടെ ഉള്ളിൽ നിക്ഷിപ്തമാകുമ്പോൾ, നമ്മളിൽ അത് വന്ന് ആവസിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. അവിടെ മാത്രമേ ക്രിസ്തുവിനെ കാണാൻ നമുക്ക് കഴിയുള്ളൂ. അവന്റെ തിരുശരീര രക്തത്തിന്റെ സംബന്ധികളാകുമ്പോൾ
അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം നമ്മുടെ തക്സായിക്കകത്ത് പ്രാർത്ഥനയിൽ വൈദികർ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ, ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ നാശത്തിന് വിട്ടുകൊടുക്കരുതേ, എന്തെന്നാൽ നിന്റെ തിരുശരീരം അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നു, നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ള വാക്കൊക്കെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ അനുഭവം നമ്മളെ കൂടുതൽ ബലപ്പെടുത്തുവാൻ ഈ ദിവസങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മളോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛനാണ്. അച്ഛനെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. നമ്മുടെ ഷിക്കാഗോ എൽമോസ്റ്റ് പള്ളിയുടെ, സെന്റ് ഗ്രിഗോറിയസ് പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയാണ്. അച്ഛൻ നമ്മുടെ OCYM-ന്റെ മുൻ വൈസ് പ്രസിഡന്റ് ആണ് ഭദ്രാസനത്തിന്റെ. ഒപ്പം നമ്മുടെ ഷിക്കാഗോ റീജിയനിലുള്ള എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിട്ടും പ്രിയപ്പെട്ട അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛന്റെ സേവനങ്ങൾ, അച്ഛന്റെ പ്രവർത്തനങ്ങൾ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ അജപാലന ശുശ്രൂഷയിൽ അച്ഛൻ നൽകുന്ന നേതൃത്വം അനുഗ്രഹപ്രദമായി എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അച്ഛൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും ആദരണീയരായ വൈദികരെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവനാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾക്ക് വെണ്മയുടെ ദിവസങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ ദിനങ്ങൾ അല്ലെങ്കിൽ ബ്രൈറ്റ് വീക്ക് എന്നാണ് നമ്മൾ ഈ ദിവസങ്ങൾ അറിയപ്പെടുന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ ഉയർപ്പ് പെരുന്നാളിന് ശേഷം ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിയുവാൻ, ക്രിസ്തു എപ്പോഴും ഉണ്ടെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കാനോ റിയലൈസ് ചെയ്യാനോ നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിലാണ് ഓരോ പെരുന്നാളുകളും തമ്മിൽ പൂർത്തീകരിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പോലും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെരുന്നാൾ ആഘോഷിച്ച് തിരിച്ചു വരുമ്പോൾ കർത്താവിന്റെ മാതാപിതാക്കൾക്ക് പോലും ക്രിസ്തുവിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നു. പിന്നീട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ച് പറയുകയാണ്, അച്ഛാ, ഈസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ഏത് ദിവസമാണെന്ന് പോലും തിരിച്ചറിയാൻ ഇച്ചിരി പ്രയാസമാണ്. കാരണം ബാക്കിയുള്ള ഹോളി വീക്കിന്റെ ദിവസങ്ങളെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഓരോ മണിക്കൂറുകളിലും പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈസ്റ്റർ വരെ എത്തിയതിനു ശേഷം പിന്നീടുള്ള 2-3 ദിവസങ്ങൾ ഇപ്പം ലേസിനെസിന്റെ ദിവസങ്ങളാണ്. അതുകൊണ്ട് ദിവസം ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്തതുപോലെയുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകാറുണ്ട് എന്ന് ഒരാൾ പറയുന്നത് കേൾക്കാനിടയായി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ പോകുമ്പോഴാണ് ക്രിസ്തുവിനെ എത്രമാത്രം നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഇനി അഥവാ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, if we can realize that Jesus Christ is not with us, it is really hard to regain the presence of Jesus Christ. If we can go back at least 3 days of way, like the parents of Jesus Christ did. കർത്താവിന്റെ മാതാപിതാക്കൾ 3 ദിവസം പിന്നിലേക്ക് യാത്ര ചെയ്തതുപോലെ അറ്റ്ലീസ്റ്റ് അതുപോലെയെങ്കിലും തിരിച്ചൊന്ന് യാത്ര ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. നോമ്പ് എന്ന് പറയുന്ന കാലഘട്ടം കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അല്ലെങ്കിൽ നോമ്പിൽ നമ്മൾ മാറ്റിവെച്ച പല കാര്യങ്ങളും നോമ്പ് കഴിയുമ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. എന്നാൽ നോമ്പിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇറ്റ്സ് എൻഡിങ് ഓഫ് സം ബാഡ് ക്വാളിറ്റീസ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളെ ഒഴിവാക്കി അത് അവിടെ വെച്ച് ഉപേക്ഷിച്ച് നമ്മുടെ യാത്ര തുടരേണ്ട ഒരു കാലഘട്ടമാണ് പോസ്റ്റ് ഈസ്റ്റർ, പോസ്റ്റ് റെസറക്ഷൻ പീരീഡ്. ഞാൻ ഈസ്റ്റർ കഴിഞ്ഞ ശേഷവും ഹോളി വീക്കുമായിട്ട് ബന്ധപ്പെട്ട ചില ആളുകളെ ഇങ്ങനെ മനസ്സിൽ കൂടി ചിന്തയ്ക്ക് വിധേയമാക്കി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. അപ്പോഴാണ് ഒരു ആളുടെ ജീവിതം മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്. ജനിച്ച വീണ സമയത്ത് അമ്മ ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞിനെ കാണാൻ എന്തൊരു ചൈതന്യമാണ്,
എന്തൊരു ക്യൂട്ടാണ് ഈ കുഞ്ഞിനെ കാണാൻ. അവന്റെ കണ്ണുകൾ കണ്ടു, അവന്റെ മൂക്ക് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആൺകുട്ടിയെ അവനെ കണ്ടിട്ട് അവന് പിതാവിനെ പോലെ ഉണ്ട്, അവന്റെ സ്വന്തം അപ്പനെ പോലെ തന്നെ അവനെ കാണാൻ ഉണ്ട് എന്നുള്ള ഒരു വലിയ സന്തോഷത്തിൽ അവന് അപ്പന്റെ മകൻ എന്ന് പേരിടുന്നു. അപ്പന്റെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ ഓഫ് ഹിസ് ഫാദർ. യേശുക്രിസ്തുവിന്റെ പേരും അങ്ങനെ, സൺ ഓഫ് പിതാവായ ദൈവത്തിന്റെ പുത്രൻ എന്നറിയപ്പെടുന്ന യേശുക്രിസ്തു ആണ് നമുക്കറിയാം. പക്ഷെ വേറൊരാൾ ഈ ഹോളി വീക്കിൽ നമുക്ക് അപ്പന്റെ മകൻ അല്ലെങ്കിൽ സൺ ഓഫ് ഫാദർ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്. ബാർ എന്ന വാക്കിന്റെ അർത്ഥം പുത്രൻ എന്നാണ്. ആബ എന്ന വാക്കിന്റെ അർത്ഥം പിതാവ് എന്നാണ് നമുക്കറിയാം. അപ്പൊ പേര് നിങ്ങൾക്ക് കിട്ടിക്കാണും, ബറാബാസ്. ഈ ഹോളി വീക്കിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഒരു പേരാണ് ബറാബാസ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കുഞ്ഞായിരിക്കുമ്പോൾ, പൈതലായിരിക്കുമ്പോൾ, ശിശുവായിരിക്കുമ്പോൾ മാതാപിതാക്കൾക്കൊക്കെയും ഒരുപാട് സന്തോഷം നൽകിയ ചൈതന്യമുള്ള ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ കണ്ടുകൊണ്ടായിരിക്കണം അതിന്റെ അമ്മയപ്പന്മാർ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ അവന് പിതാവിന്റെ മകൻ എന്നർത്ഥമുള്ള ബറാബാസ് എന്ന് പേരിട്ടത്. പക്ഷെ എന്നാൽ വളർച്ചയുടെ കാലഘട്ടങ്ങളിലൊക്കെയും അവനെ നമ്മൾ കാണുന്നത് ഹി വാസ് കലഹപ്രിയനായിരുന്നു. അവനൊരു കലഹപ്രിയനായിരുന്നു. കലഹക്കാരോടുകൂടി മർക്കോസിന്റെ സുവിശേഷം എഴുതിയിരിക്കുന്ന അനുസരിച്ച് കലഹക്കാരോടുകൂടി ജയിലിൽ അടച്ചവനാണ് ബറാബാസ്. മാത്രമല്ല കലഹത്തിൽ ഉൾപ്പെട്ട് കൊലപാതകം നടത്തിയതിന്റെ പേരിൽ കലഹക്കാരോടുകൂടി ജയിലിൽ അടച്ചവനായിരുന്നു ബറാബാസ്. ജീവിത സാഹചര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴൊക്കെയും നമ്മളെ നിർബന്ധിക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നൈർമല്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയാണ് പിതാവാം ദൈവം, സൃഷ്ടാവാം ദൈവം നമ്മളെ ലോകത്തിലേക്ക് അയച്ചത്. ആ നൈർമല്യം അല്ലെങ്കിൽ ആ ഒരു വാസന ജീവിതത്തിന്റെ യാത്രയിൽ മുമ്പോട്ട് പോകുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. ബറാബാസിനെ പോലെ ചൈതന്യമുള്ള പൈതലായി ജനിച്ചു വീണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ കുഞ്ഞായി മാമോദിസ സ്വീകരിച്ച് മാമോദിസ തൊട്ടിയിൽ നിന്നും എടുത്ത് ഗോഡ് ഫാദറിന്റെയോ ഗോഡ് മദറിന്റെയോ കയ്യിലേക്ക് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും നൈർമല്യമുള്ളവരാണ്. പരിശുദ്ധ സഭയുടെ അംഗങ്ങളായി നമ്മളൊക്കെയും പൈതങ്ങളായി ചേർക്കപ്പെടുന്ന ദിവസത്തിൽ ആ ഒരു നൈർമല്യം ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ കാത്തു സൂക്ഷിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ഈ ബറാബാസ് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെയും ദുഃഖ വെള്ളിയാഴ്ച ദിവസം, അതായത് കൃത്യം ഒരാഴ്ച മുമ്പ് നമ്മൾ കേട്ടതാണ് ബറാബാസുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ. ഞങ്ങൾക്ക് ആരെയാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അർത്ഥശങ്കയില്ലാതെ അവർ മറുപടി പറയുകയാണ്, വി നീഡ് ബറാബാസ്. ഞങ്ങൾക്ക് അവനെ വേണം, യേശു ക്രിസ്തുവിനെ കുരിശിക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവും ബറാബാസും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട്. യേശു ക്രിസ്തുവും ബറാബാസും തമ്മിലുള്ള ഒന്നാമത്തെ സാമ്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അവരുടെ പേര് അല്ലെങ്കിൽ അവരുടെ സല്യൂട്ടേഷൻ, അവരെ അറിയപ്പെടുന്നത് രണ്ടുപേരുടെയും പേര് പിതാവിന്റെ പുത്രൻ എന്ന പേരാണ്, അപ്പന്റെ മകൻ എന്നാണ്. യേശു ക്രിസ്തുവിന്റെ പബ്ലിക് മിനിസ്ട്രി ആരംഭിക്കുമ്പോഴും പിശാച് അവനെ പരീക്ഷിക്കാൻ തക്കവണ്ണം ചോദിക്കുന്ന ചോദ്യം ആരംഭിക്കുന്നത് നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ പബ്ലിക് മിനിസ്ട്രി പൂർത്തീകരിക്കുന്ന സമയത്തും ഇടതുഭാഗത്തെ കള്ളൻ അവനോട് സംസാരിക്കുന്നതും നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നും ഇറങ്ങി വരിക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെ ദൈവപുത്രൻ എന്ന പേരിൽ അറിയപ്പെട്ട ഒരാളും ദൈവപുത്രൻ എന്ന പേരിൽ ജനിച്ചു വീണ അല്ലെങ്കിൽ വളർന്നു വന്ന ഒരാളും, പിതാവിന്റെ പുത്രൻ എന്ന പേരിൽ വളർന്നു വന്ന ഒരാളും, രണ്ടുപേർക്കും നല്ല ബോധ്യമുണ്ട് അവരവരുടെ പിതാവ് ആരാണ് എന്നുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം, 8-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിൽ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് വായിക്കാം, എനിക്കത് കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യം, സെയിന്റ് ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 44. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു.
അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. അപ്പൊ എങ്ങനെയൊക്കെയുള്ള ആളുകളാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയുള്ള ആളുകളുടെ അപ്പനാണ് പിശാച് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. മോഹങ്ങളെ ചെയ്യുന്നവരാണ്, കൊലപാതകന്മാരാണ്, ഭോഷ്ക് പറയുന്നവരാണ്, സത്യമില്ലാത്തവരാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പിതാവ് എന്ന് പറയുന്നത് പിശാചാണ്. ആ പിശാചിൻ ഒരു പരിധി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവന്റെ ഒരു പ്രായം, അവന്റെ യൗവന പ്രായം എത്തിയപ്പോൾ ഈ ബറാബാസ് സ്വന്തം ഈ ശാരീരിക പിതാവിന്റെ മകൻ എന്നതിനേക്കാൾ ഉപരി പിശാചിന്റെ മകനായി മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണല്ലോ അവൻ സത്യമില്ലാത്തവനായിട്ടും കൊലപാതകനായിട്ടും ഭോഷ്ക് പറയുന്നവനായിട്ടും ഒക്കെ മാറിപ്പോയതിന്റെ കാരണം അതുകൊണ്ടാണ്. പിശാചിന്റെ മകനായി മാറി. അവൻ പിശാചിന്റെ മകൻ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവനൊരു തെറ്റിലേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് നമ്മൾ കാണുന്ന യേശുക്രിസ്തുവിന്റെ ജീവിതവും അവന്റെ ജീവിതവും തമ്മിലുള്ള വേറൊരു സിമിലാരിറ്റി, ദേ ബോത്ത് were willing to do the will of their fathers. യേശുക്രിസ്തു പറയുന്നത് യോഹന്നാൻ സുവിശേഷം 6:38 ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ്. ഒരു പരിധി വരെ നമ്മളെല്ലാവരും നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതമനുസരിച്ച്, അവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു തുമ്പമൺ ഭദ്രാസനത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, കാടിന് നടുക്ക് ഒരു ദേവാലയമുണ്ട്. SLL റമ്പാച്ചൻ ശുശ്രൂഷിക്കുന്ന ദേവാലയമാണ്. ഏത് വഴിയിൽ കൂടി പോയാലും മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വാഹനത്തിൽ കൂടി യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഈ ദേവാലയത്തിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നുമില്ല. ഈവൻ ഇലക്ട്രിസിറ്റി പോലും അവിടെ എത്തിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ആ ദേവാലയത്തിൽ 2 മണിക്കൂറിലധികം വണ്ടിയിൽ പോകേണ്ട ആ ദേവാലയത്തിൽ ബാധരായി നടന്നുപോയി ശുശ്രൂഷിച്ചിട്ടുള്ള പിതാക്കന്മാരുണ്ടായിരുന്ന ഒരു സാഹചര്യം ഒരിക്കലുണ്ടായിരുന്നു. ആ ഒരു കൂട്ടത്തിലുള്ള ഒരു സുവിശേഷ പ്രസംഗകന്റെ പിൻതലമുറക്കാരനാണ് എന്നറിയപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് വ്യക്തിപരമായി ഞാനും. അപ്പൊ ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ, നമ്മളെല്ലാവരും നമ്മുടെ പിതാക്കന്മാരുടെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ സാഹചര്യം വെച്ച് അത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ച നന്മകൾ ജീവിതത്തിൽ പുലർത്താൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള പിതാവാണെങ്കിലും, ഒരു ബിസിനസ്സുകാരനായ ഒരു പിതാവ് തന്റെ മകനെ ഒരു ബിസിനസ്സുകാരനായിട്ട്, അല്ലെങ്കിൽ തന്നെക്കാൾ വിജയിച്ച ഒരു ബിസിനസ്സുകാരനാവാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊക്കെ അറിയാവുന്ന ഒരു മലയാളം ചലച്ചിത്രമുണ്ട്. അതിനകത്തിലും കണക്കധ്യാപകനായ പിതാവ് തന്റെ മകനെ കണക്ക് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവന് മറ്റു പല കഴിവുകൾ ഉണ്ടായിട്ടും അവയൊക്കെ തച്ച് തകർത്ത് അവനെ കണക്ക് പഠിപ്പിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അവൻ ആകെ ഇഷ്ടമില്ലാത്തതും ഈ മാത്തമാറ്റിക്സ് മാത്രമാണ്. പിന്നീട് അവനൊരു അറിയപ്പെടുന്ന ഗുണ്ടയായി മാറുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എല്ലാ പിതാക്കന്മാരുടെയും ആഗ്രഹം നമ്മുടെ മക്കളും നമ്മുടെ വഴിയിൽ കൂടി തന്നെ പോകണമെന്നാണ്. പിശാചും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബറാബാസ് തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തു. യേശുക്രിസ്തുവും തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തു. രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾ കാണുന്നത് പിന്നീടാണ്. യേശുക്രിസ്തു പീലാത്തോസിന് മുമ്പിൽ നിന്നു, ബറാബാസും പീലാത്തോസിന് മുമ്പിൽ നിന്നു. യേശുക്രിസ്തു പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്നത്, വിചാരണയ്ക്കായി നിൽക്കുന്നത് നിരപരാധിയായിട്ടാണ്. അതുപോലെ തന്നെ ബറാബാസ് പീലാത്തോസിന് മുമ്പിൽ വിചാരണയ്ക്കായി നിൽക്കുന്നത് ഒരു അപരാധിയായിട്ടാണ്. തന്റെ പാസ്റ്റ് നോക്കുവാണെങ്കിൽ, കഴിഞ്ഞ കാല ജീവിതം നോക്കുവാണെങ്കിൽ ബറാബാസ് നിൽക്കുന്നത് ഒരു അപരാധിയായിട്ടാണ്, ഒരു വലിയ കുറ്റക്കാരനും കൊലപാതകനുമായിട്ടാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ബറാബാസിന്റെ കാര്യം ആദ്യമായിട്ട് യഹൂദന്മാർ ഉന്നയിക്കുന്ന സമയത്ത് പീലാത്തോസ് തന്റെ ഭടന്മാരോട് പറയുന്നുണ്ട്, പറഞ്ഞു കാണുമായിരിക്കാം, നമ്മൾ ഈ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല, പെട്ടെന്ന് പോയി നിങ്ങൾ പോയി ആ കാരാഗൃഹത്തിൽ നിന്നും ബറാബാസ് എന്ന് പറയുന്ന കുറ്റവാളിയെ കൊണ്ടുവരിക, ഇതാണ് സാഹചര്യം എന്ന് പറഞ്ഞുകൊണ്ട് പട്ടാളക്കാരെ അയക്കുമ്പോൾ പട്ടാളക്കാർ പോയി അവന്റെ ഗേറ്റ് അല്ലെങ്കിൽ ജയിലിന്റെ വാതിൽ തുറക്കുമ്പോൾ എന്താണ് കാര്യം എന്ന് ഈ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ചോദിച്ചിട്ടുണ്ടാവും. അത്രമാത്രം അക്രമാസക്തനായ ഒരു കുറ്റവാളി. അവനോട് അവർ പറയുന്നുണ്ടായിരിക്കും, ഇതുപോലെ ഒരു സാഹചര്യമുണ്ട്, ഇതുപോലെ യഹൂദന്മാരെല്ലാവരും പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു കുറ്റവാളിയെ വിട്ടയക്കാൻ വേണ്ടി പീലാത്തോസ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് എന്നെ വിട്ടയക്കാൻ വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഓൾറെഡി അവിടെ 2 പേരുടെ പേര് വന്നിരുന്നു. പീലാത്തോസ് ഒരാളുടെ പേര് സജസ്റ്റ് ചെയ്തിരുന്നു, ആ ആളുടെ പേര് ഇങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ ചോദിച്ചു കാണും, അവൻ എന്ത് കുറ്റമാണ് ചെയ്തത്? അപ്പൊ അവര് പറഞ്ഞു കാണും, അവൻ പ്രത്യേകിച്ച് കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ the Jewish people wants him to be crucified.
അവനെ ക്രൂശിക്കാൻ തക്കവണ്ണം യഹൂദന്മാർ ആഗ്രഹിക്കുന്നു, നിന്നെ വിട്ടുകൊടുക്കാനും ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ പകുതി മനസ്സോടുകൂടി ആയിരിക്കും അവൻ ആ ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയത്, കാരാഗൃഹത്തിന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇത്രമാത്രം കലഹവും കൊലപാതകവും ചെയ്ത എന്നെ പോലെയുള്ള ഒരാൾക്ക് പകരമായി ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് ആരാണെന്ന് അറിയാനും അവനും ഒരു താല്പര്യം ഉണ്ടായി കാണണം. അതുകൊണ്ടാണ് ആ വിചാരണ കോടതിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവനെ വിട്ടയക്കണമെന്ന് പറഞ്ഞ് ഇവനെ വിട്ടയക്കുക, അവന്റെ ചങ്ങലകൾ അഴിച്ച് അവനെ വിട്ടയക്കുക എന്ന് പീലാത്തോസ് പറയുമ്പോഴും അവൻ പോകാൻ ഒരു വൈമനസ്യം കാണിച്ച് അവിടെ നിൽക്കുന്ന ശിക്ഷിക്കപ്പെടാൻ പോകുന്ന ആ മനുഷ്യന്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് അവന്റെ മുഖത്ത് അതിഭീകരമായ ഒരു സംശയം കാണും. എന്തുകൊണ്ടായിരിക്കാം ഈ മനുഷ്യൻ മിണ്ടാതെ നിൽക്കുന്നത്, തിരികെ ഒന്നും പറയാതെ നിൽക്കുന്നത്? എന്തായിരിക്കാം ഇവനെ കുരിശിൽ തറയ്ക്കാൻ തക്കവണ്ണമുള്ള കാരണമായി യഹൂദന്മാർ കണ്ടുപിടിച്ചത് എന്തായിരിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ അവന്റെ മനസ്സിൽ കൂടി പോയി കാണും. അപ്പൊ അങ്ങനെ നിരപരാധിയായ മനുഷ്യൻ ശിക്ഷിക്കപ്പെടുകയും അപരാധിയായ മനുഷ്യൻ വിട്ടയക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കോൺട്രഡിക്ടറിയായ ഒരു സീനാണ് നമ്മൾ അവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ ബറാബാസ് വിട്ടയക്കപ്പെടുന്നു. പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണുവാണെങ്കിൽ നമുക്കറിയാം, ആ സമയത്ത് ബറാബാസ് ഒരു ചിരിച്ചിരിക്കുന്നുണ്ട്. പുന്തിയോസ് പീലാത്തോസിന് മുമ്പിൽ വെച്ച് മറ്റു പട്ടാളക്കാരെ നോക്കി വളരെയധികം കൊഞ്ഞനം കുത്തിക്കൊണ്ട് ബറാബാസ് ഒരു ചിരിച്ചിരിക്കുന്നുണ്ട്. സത്യത്തിന് നേരെ ഒരു അസത്യം ചിരിക്കുന്ന ഒരു ചിരി, ധർമ്മത്തിന് നേരെ അധർമ്മം ചിരിക്കുന്ന ഒരു ചിരി, അതുപോലെ തന്നെ നീതിക്ക് നേരെ അനീതി ചിരിക്കുന്ന ഒരു ചിരി, അട്ടഹാസം നമുക്ക് കാണാം. അട്ടഹസിച്ച് അവൻ ജനക്കൂട്ടത്തിനിടയിലേക്ക് മാറുകയാണ്. ഒരുപക്ഷെ രണ്ട് സാധ്യതകളാണ് അവിടെ ഉള്ളത്. അവൻ പോയതിനു ശേഷം അവൻ പഴയതിലും മോശമായ ഒരു ക്രിമിനലായി പിന്നീട് ജീവിച്ചു കാണാം. ഇപ്പോഴത്തെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സാഹചര്യങ്ങൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പോലെ അവനെ ഒരുപക്ഷെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവരുടെ പാർട്ടിയുടെ ഭാഗമാക്കി മാറ്റി കാണും. ഒരുപക്ഷെ അവൻ അടുത്ത ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ചും കാണും, യഹൂദന്മാരുടെ നേതാവായി കാണും. പിന്നീട് അവന്റെ ഇഷ്ടമനുസരിച്ച് അവൻ അവരെയൊക്കെ ഭരിച്ചു കാണും. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ തിരികെ മറ്റൊരു പോസിബിലിറ്റി, ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ശിക്ഷിക്കപ്പെട്ട യേശു ക്രിസ്തു ഗോൽഗുഥായിലേക്ക് നടന്നു പോകുന്നത് ഒരുപക്ഷെ അവൻ കണ്ടു കാണും. ഗോൽഗുഥായിൽ അവനെ കുരിശിക്കുമ്പോൾ കണ്ടു നിന്ന ആൾക്കൂട്ടത്തിന്റെ ഏറ്റവും പിന്നിൽ അവനും കുറച്ചു നേരം വന്ന് നോക്കി നിന്ന് കാണും. നോക്കി നിന്നതിന് ശേഷം അവിടെ നടന്ന സംഭാഷണങ്ങളും യേശു തമ്പുരാന്റെ വായിൽ നിന്ന് വന്ന ആ വാക്കുകളൊക്കെയും കേട്ടതിന് ശേഷം, അത്രയും കഠിനമായ ശിക്ഷ അനുഭവിക്കുമ്പോൾ തൊട്ട് അടുത്തുള്ള ആളുകൾ പോലും ശിക്ഷിക്കപ്പെട്ടവരെയും തങ്ങളുടെ ജന്മദിവസത്തെയും ഒക്കെ ശപിക്കപ്പെട്ട് അവരെല്ലാവരെയും പള്ളു പറയുമ്പോഴും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും അനുഗ്രഹിക്കാനും ശാപവാക്കുകൾക്ക് പകരം അനുഗ്രഹത്തിന് കരുണയുടെയും ക്ഷമയുടെയും വാക്കുകൾ ഉച്ചരിക്കുന്ന യേശുക്രിസ്തുവിനെ കണ്ടിട്ട് ഒരുപക്ഷെ അവന്റെ കണ്ണിൽ നിന്നും അനുതാപത്തിന്റെ ഒരു തുള്ളി കണ്ണുനീർ വീണ് കാണണം. എനിക്കും അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹം. ഒരു ബറാബാസ് അവിടെ അപ്പന്റെ മകൻ എന്നുള്ള നിലയിൽ ജനിച്ചു വീണ അല്ലെങ്കിൽ ജീവിച്ചു വന്ന ആ ബറാബാസ് അവിടെ വെച്ച് യഥാർത്ഥമായി പിതാവിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അവിടെ നിന്നും അവൻ പുതിയൊരു ജീവിതത്തിലേക്ക് നടന്നു പോകുന്നതായിട്ട് നമുക്ക് പിന്നീട് we cannot see any other accounts after this incident about Barabbas in the Bible. നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മറ്റ് ചരിത്രങ്ങളോ അല്ലെങ്കിൽ ട്രഡീഷൻസോ നോക്കിയാൽ പോലും നമുക്ക് ബറാബാസിന്റെ ജീവിതത്തെ കുറിച്ച് മറ്റൊരു ചിത്രം അങ്ങനെ വിശ്വസിക്കത്തക്ക രീതിയിൽ കാണാൻ സാധിക്കും. ഒരുപാട് ഇതുപോലെയുള്ള ഫാന്റസൈസ് ചെയ്ത ഒരുപാട് കഥകൾ പലയിടത്തും പ്രചരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വിശ്വസിക്കത്തക്ക ഒരു കഥ നമ്മൾ പിന്നീട് കേട്ടിട്ടില്ല. അങ്ങനെ ഒരുപക്ഷെ ബറാബാസ് രക്ഷിക്കപ്പെട്ടിട്ടും ഉണ്ടാവാം. ക്രിസ്തുവിന്റെ രക്തം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പീഡ അവനെ നന്മയിലേക്ക് ചിലപ്പോൾ വഴിതെളിച്ച് കാണും. നമുക്ക് ചിന്തിക്കേണ്ട വിഷയം ഇതൊന്നുമല്ല. ഈ ബറാബാസും യേശു ക്രിസ്തുവും അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന മെശിഹായും ഈ ബറാബാസും വിചാരണയ്ക്ക് വേണ്ടി നമ്മുടെ കോടതിയിൽ, നമ്മുടെ മനസാക്ഷിയുടെ കോടതിയിലും പലപ്പോഴൊക്കെയും വന്ന് നിൽക്കാറുണ്ട്. നിരപരാധിയായ ഒരു ക്രിസ്തു ഒരു വശത്തും അപരാധിയായ ഒരു ബറാബാസ് മറുവശത്തും വന്ന് നിൽക്കാറുണ്ട്. നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഈ നന്മയുടെയും നീതിയുടെയും സത്യത്തിന്റെയും ചില ചെറിയ ചെറിയ ശബ്ദങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാം. അതുപോലെ തന്നെ അനീതിയുടെയും അസത്യത്തിന്റെയും അധർമ്മത്തിന്റെയും വളരെ കൂടിയ ശബ്ദങ്ങൾ, ഒരുപാട് ആളുകൾ കരഘോഷത്തോടെ ഉയർത്തുന്ന ശബ്ദങ്ങൾ ഒരു മറുവശത്തും കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ജനക്കൂട്ടത്തെ പിന്തുടരാൻ, മോബ് സൈക്കോളജി എന്നൊരു വാക്ക് തന്നെ ഉണ്ടല്ലോ, ജനക്കൂട്ടത്തെ പിന്തുടരാൻ നമ്മൾ ചിലപ്പോഴൊക്കെ നിർബന്ധിതരാകും. ജനക്കൂട്ടത്തിന്റെ പിന്നാലെ നമ്മൾ പോകും. കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയിലുള്ള ഒരു യൗവനക്കാരനുമായി സംസാരിച്ചപ്പോൾ നമ്മുടെ സഭാ നിയമത്തിന് വിരുദ്ധമായി
നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ ആരാധനയിൽ നടത്തുന്ന ചില കാര്യങ്ങൾ സംസാരിക്കാൻ തക്കവണ്ണം ഇടയായപ്പോൾ വളരെ താല്പര്യത്തോടെ സംസാരിക്കുന്ന ഒരു പയ്യൻ. അപ്പോൾ നമ്മുടെ ആരാധനയ്ക്ക് ഇത് വിരുദ്ധമാണല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അവനോട് ചോദിച്ചപ്പോൾ, അച്ഛാ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നത് കണ്ടു, ഞങ്ങളും അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് കാരണമാണെന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ സാഹചര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പല കാര്യങ്ങളും നാം ചെയ്യുന്നത് ജനക്കൂട്ടം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒഴുക്കിന്റെ കൂടെ നമ്മൾ അങ്ങ് പോവുകയാണ്. ബറാബാസിനെ വിട്ടുകളയാൻ നമുക്ക് എല്ലാവർക്കും എളുപ്പമാണ്. യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച് കൊന്ന് ഖബറടക്കി വെക്കാനും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ദുഃഖവെള്ളിയാഴ്ച മാത്രം പള്ളി വരുന്ന ചില ആളുകളെ കണ്ടിട്ട് യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച് കൊന്ന് ഖബറടക്കിയതിനു ശേഷം പിന്നീട് അവർ അടുത്ത വർഷവും ഇതേപോലെയുള്ള കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അവർ അടുത്ത വർഷവും വരും. അങ്ങനെയുള്ള ആളുകൾ നമുക്കറിയാം. ഉയർപ്പിക്കുന്നതിന് അവർക്ക് താല്പര്യമില്ല. സത്യം ഉയർത്തെഴുന്നേൽക്കുന്നതിനോട് അവർക്ക് ആർക്കും താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇനി അഥവാ ഉയർപ്പിന്റെ ശുശ്രൂഷയ്ക്ക് വന്നാലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാത്തവരുണ്ടാവും. അതുപോലെ ഉയർപ്പിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഈ ശുശ്രൂഷയ്ക്ക് വരുന്നവരുണ്ടാവും. പറയുന്നത് കേൾക്കുമ്പോൾ ചില ആളുകളൊക്കെ ലെഫ്റ്റ് ആയി പോകുന്നത് കാണുന്നുണ്ട്. അവരാരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുന്നു. അത് സ്വാഭാവികമായിട്ട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഇത് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഇതുപോലുള്ള ചില വേലിയേറ്റങ്ങൾ, പരസ്പരമുള്ള കോൺഫ്ലിക്ട്സ് നടക്കാറുണ്ട്. നമ്മുടെ ഉള്ളിലെ പക്ഷെ തന്നെ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നുണ്ട്, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാതെ തിന്മയത്രേ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ അറിയാം എന്താണ് സത്യം, എന്താണ് നീതി, എന്താണ് ധർമ്മം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മളിൽ പലരും ചെയ്യുന്നത് നമുക്ക് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതുപോലെയുള്ള തെറ്റുകളിലേക്കാണ് നമ്മുടെ ഒക്കെയും പ്രവർത്തനങ്ങൾ, ചിന്തകൾ, അതുപോലെ തന്നെ നമ്മുടെ സംസാരങ്ങൾ ഒക്കെയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പോസ്റ്റ് റെസറക്ഷൻ പീരീഡിലും നമുക്ക് അച്ഛൻ ആദ്യം സൂചിപ്പിച്ചു തന്നെ ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. വി ഷുഡ് റിയലൈസ് ദ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എങ്ങനെയാണ് നമ്മളോടൊപ്പമുണ്ട്. ഈ വിശുദ്ധ കെംദാ പെരുന്നാൾ, ഉയർപ്പ് പെരുന്നാളിൽ നമ്മളൊക്കെയും ഈ കർത്താവിന്റെ തിരുശരീരം നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചവരാണ്. നമ്മുടെ ഉള്ളിൽ, ശരീരത്തിന്റെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്. ഓരോ ഞായറാഴ്ച വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങളൊക്കെയും ഈ ഉള്ളിൽ ക്രിസ്തുവിനെ പേറിക്കൊണ്ടാണോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കണ്ണ് തുറക്കുന്നില്ല, പലപ്പോഴും നമ്മുടെ കണ്ണ് തുറക്കാൻ സാധിക്കുന്നില്ല. യേശുക്രിസ്തു അവർക്ക് വചനം പൊരുൾ വിരിച്ച് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം മുറിച്ച് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ട്. നമ്മോടൊപ്പം ഉള്ള ക്രിസ്തുവിനെ തിരിച്ചറിയാൻ തക്കോണം നമുക്ക് സാധിക്കണം. അത് കൊടുക്കേണ്ട പ്രാധാന്യം, കൊടുക്കേണ്ട ബഹുമാനം ആ ക്രിസ്തുവിന് കൊടുക്കാൻ തക്കോണം നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ കോൺട്രഡിക്ഷൻസ് ഒരു പരിധി വരെ ഇല്ലാതെയാക്കാൻ സാധിക്കും. ബറാബാസിനെ ഒരു സൈഡിൽ നിർത്തി ക്രിസ്തുവിനെ മറു സൈഡിൽ നിർത്തിക്കൊണ്ട് നമ്മൾ വിചാരണ നടത്തി കഴിയുമ്പോൾ ഏത് രീതിയിലേക്ക്, ഏത് വഴിയിലൂടെയാണ് നീതി വരേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പീലാത്തോസ് ഒരു പരിധി വരെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. പൊന്തിയോസ് പീലാത്തോസ് എന്ന് നമ്മൾ ഒരുപാട് അവജ്ഞയോടെ നമ്മുടെ നൈഷ്യൻ നിഖ്യ വിശ്വാസ പ്രമാണത്തിൽ പോലും നമ്മൾ വളരെ അവജ്ഞയോടുകൂടി ചേർത്തിരിക്കുന്ന ഒരു പേരാണ് ഈ പൊന്തിയോസ് പീലാത്തോസിന്റെ പേര്. ആ പൊന്തിയോസ് പീലാത്തോസിന് പോലും ഒരു വേള ഒരു ശങ്കയുണ്ടായി യേശുക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കാൻ ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ നമ്മളൊക്കെയും സത്യത്തെ ചവച്ചരച്ച് കളയുന്നവരാണ്, അല്ലെങ്കിൽ ചവിട്ടി മെതിച്ച് കളയുന്നവരാണ്, അല്ലെങ്കിൽ അടക്കം ചെയ്ത് കളയുന്നവരാണ്. സത്യം കണ്ടാൽ അതിന് നേരെ കണ്ണടയ്ക്കുന്നവരാണ്. നമ്മളിൽ എത്ര പേർ ബറാബാസിന് പകരം ക്രിസ്തുവിനെ വിട്ടയക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അസത്യത്തെ കുരിശിലേറ്റാൻ, അതുപോലെ തന്നെ അസത്യത്തെ കുഴിച്ചിടാൻ, അധർമ്മത്തെ കുഴിച്ചിടാൻ, ഒരിക്കലും തിരിച്ചു വരാതെ വണ്ണം എന്നേക്കുമായി അടക്കം ചെയ്ത് കളയാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കുന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് ഈ വരുന്ന പോസ്റ്റ് റെസറക്ഷൻ പീരീഡിൽ ചില അർത്ഥങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താൻ തക്കവണ്ണം സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ വാക്കുകൾ അവസാനിക്കും. ഒരേ ഒരു കാര്യം മാത്രമാണ്. പിതാവിന്റെ മകൻ എന്ന പേരിൽ വളർന്നു വന്ന ബറാബാസ്, പിതാവിന്റെ മകനായി ജീവിച്ച യേശുക്രിസ്തു, രണ്ടുപേരും പീലാത്തോസിന് മുമ്പിൽ വിചാരണയ്ക്ക് നിന്നവരാണ്. ഒരാൾ നിരപരാധിയായും മറ്റൊരാൾ അപരാധിയായും. രണ്ടുപേരും ചെയ്തത് ഒരേ കാര്യം തന്നെയാണ്. പിതാവിന്റെ ഇഷ്ടം ചെയ്തവരാണ് രണ്ടുപേരും. ഒരാളെ തന്റെ പിതാവായ പിശാചിന്റെ ഇഷ്ടം ചെയ്ത് കൊലപാതകയായും സത്യത്തെ ദ്വേഷിച്ച്
കലഹപ്രിയനായി ജീവിച്ച ഒരു മനുഷ്യൻ. മറ്റേയാൾ സ്വന്തം പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കരുണ ചെയ്ത് മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഒരുപാട് കഠിനാധ്വാനം ചെയ്ത ഒരു മനുഷ്യൻ. രണ്ടിൽ ഒരാൾ ശിക്ഷിക്കപ്പെട്ടു, ഒരാൾ രക്ഷിക്കപ്പെട്ടു, ഒരാൾ വിട്ടയക്കപ്പെട്ടു. പ്രിയമുള്ളവർ, നമ്മുടെ ഉള്ളിലും ഈ ഒരു വിധി ന്യായത്തിന്റെ സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏതിന്റെ കൂടെ, ഏത് നന്മയുടെ കൂടെ അല്ലെങ്കിൽ സത്യത്തിന്റെ കൂടെ, നീതിയുടെ കൂടെ, ധർമ്മത്തിന്റെ കൂടെ നിൽക്കേണ്ട നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ മൗനമായി പോകാറുണ്ട്. എന്നാൽ അവിടെയൊക്കെ നമുക്ക് നന്മയോടൊപ്പം നിൽക്കാൻ തക്കണം സാധിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം കുറച്ചുകൂടി അർത്ഥവത്താക്കി തീർക്കാൻ തക്കവണ്ണം സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈസ്റ്ററിന് ശേഷമുള്ള ദിവസങ്ങളിലൂടെ കടന്നു പോകും. കഴിഞ്ഞ ദിവസവും അച്ഛൻ സൂചിപ്പിച്ചത് ക്ലയോപ്പാവിന്റെ ഒക്കെ കാര്യമാണ്. ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾ കേൾക്കും. മക്കളിലെ കാര്യം അറിയും, നിന്റെ കൈയോടെ കൊണ്ടുവന്ന് എന്നെ തൊടുക എന്ന് പറഞ്ഞ് തോമസ് ലീഹായുടെ കാര്യമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ അതൊക്കെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇവർക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, ഉയർപ്പിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ രൂഹ അനുഗ്രഹീതമായ ഒരു ഉയർപ്പിന് ശേഷമുള്ള കാലഘട്ടം നമുക്ക് നൽകട്ടെ. അതുപോലെ തന്നെ കർത്താവിന്റെ സ്വർഗാരോഹണ പെരുന്നാളും പെന്തക്കോസ്തെ പെരുന്നാളും അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും നമുക്ക് ചൊരിഞ്ഞു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.